ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഹംഗറിയിലാണ്. ഹംഗറിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബുദാപെസ്റ്റിലാണ് ഉള്ളത്. ഞാൻ ആക്ച്വലി ഇന്നലെ വന്നതാണ്. ഇന്നലെ വെളുപ്പിന് ഇവിടെ എത്തി. പക്ഷേ എനിക്ക് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. ഞാൻ ഒന്നാമത് ഉറക്കമൊന്നും ഇല്ലാണ്ട് ടയേർഡായിട്ടാണ് വന്ന്. പിന്നെ ഇവിടുത്തെ മഴ ഒന്നും പറയണ്ട, ഫുൾ പെരുമഴയായിരുന്നു. സോ ഇന്നലെ ഫുള്ള് ഞാൻ റൂമിൽ തന്നെ ഇരുന്നു. വൈകിട്ട് ഇറങ്ങി, പക്ഷെ ഞാൻ വീഡിയോസ് എടുത്തില്ല. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ തിരിച്ച് അടുത്ത കൺട്രിയിലേക്ക് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നേക്കാണ്. ഇവിടെ ഉണ്ടോ ഫുൾ മഴ പെയ്തിട്ട് ഒരുമാതിരിയാണ്. ഇവിടെ യൂറോപ്പിൽ മഴ പെയ്താൽ സിറ്റി ഒന്നും കാണാൻ വലിയ രസം ഉണ്ടാവില്ല. പിന്നെ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ രണ്ടുപേരുണ്ട്. ഹായ് ഹായ്. പേര് അഞ്ജലി, അശ്വിൻ. രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നു, ഇപ്പൊ ഗ്രാജുവേറ്റ് ചെയ്തു, ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു. പഠിക്കുന്നു. ഓക്കെ. 27-28 വയസ്സല്ലേ? നാട്ടിലെവിടെയായിരുന്നു? കൊല്ലം, തൃശ്ശൂര്. ഓക്കെ. സോ നമുക്ക് ഇവിടെ സിറ്റി കാണാല്ലേ? നടന്ന് കാണാം, പിന്നെ ട്രാം എടുക്കാം, ബസ് എടുക്കാം. സമയം കുറച്ചുള്ളൂ, നമുക്ക് മാക്സിമം നല്ല സമയം കാണണം. യാ, ഇവിടെ മഴ പെയ്തിട്ട് എന്തോ പോലെ ഉണ്ടല്ലേ? ഫുൾ മഴയായിട്ട് വെതർ തന്നെ പെട്ടെന്ന് ചേഞ്ച് ആയില്ലേ? ഇത്രയും ദിവസം വെയിലായിരുന്നു എന്നൊക്കെ പറയണ്ടായി. ഞാൻ വന്നപ്പോ എല്ലാവിടെയും മഴയായി. സത്യം, ഞാൻ എവിടെ ചെന്നപ്പോഴും മഴയായി. ക്രൊയേഷ്യ പോയപ്പോ അവിടെ സ്നോ വരെ കിട്ടി എനിക്ക്. സ്നോ വരെ ഉണ്ട്. മഞ്ഞ് പെയ്യും, ചില ഏരിയയില് പെയ്യും. അപ്പൊ ഞാൻ പോയ ഏരിയയില് ഇപ്പൊ സമ്മർ അല്ലേ, സമ്മറിൽ ഒരിക്കലും സ്നോ വരില്ല. അതെ, അതാ പറഞ്ഞത്. ഇപ്പൊ ആ സ്നോ വരെ കിട്ടി. ഞാൻ വന്നപ്പോ വെതറിന് തന്നെ മനസ്സിലാവാത്ത വെതറൊക്കെയാണ് വന്നത്. എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഇപ്പൊ സമയം ഒരു ഉച്ച 1:30-2 മണി ടൈമാണ് കേട്ടോ. പക്ഷെ ഫുള്ള് പകലോട്ട് രാവിലെ 6 മണി തൊട്ടേ ഇതേ കളറാണ്. പക്ഷെ ഇങ്ങനെ ഒരു ക്ലൗഡി ആയിട്ടാണ് നിൽക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തോ പോലെ. പിന്നെ എനിക്ക് തോന്നുന്നു ആംസ്റ്റർഡാം, ഈ ബുഡാപെസ്റ്റൊക്കെയാണ് കൂടുതലും നൈറ്റ് ലൈഫ് ഒക്കെ ഉള്ള സ്ഥലം അല്ലേ? ഇവിടെ നൈറ്റ് ലൈഫ് അടിപൊളിയാന്ന് പറയണേ. പക്ഷെ ഇന്നലെ സാറ്റർഡേ ആയിട്ട് പോലും നൈറ്റ് ലൈഫ് ഉണ്ടായിട്ടില്ല. കാരണം ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ മൂടി പൊതിച്ച് അല്ലേ വീട്ടിൽ നിൽക്കും, പുറത്തേക്കൊന്നും ഇറങ്ങില്ല. നമ്മളെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും എല്ലാവരും പുറത്തുണ്ടാവും. ഇവിടുത്തെ ആൾക്കാർ വെതറിനനുസരിച്ചാണ്. അപ്പോൾ നല്ല വെയിലാണെങ്കിൽ ഇവിടെ മൊത്തം ക്രൗഡായിരിക്കും. ഈവൻ ഈ ടൈമിലൊക്കെ ഫുൾ ക്രൗഡായിരിക്കും. സൺഡേ ആണ് ഇന്ന്. സൺഡേ ആയിട്ട് കണ്ടോ ഭയങ്കര തണുത്ത കാറ്റില്ലേ? ഈവൻ വിന്റർ പോലെ ഫീൽ ചെയ്യുന്നു എനിക്കിവിടെ. സമ്മറാണ്. ഞാൻ വന്നപ്പോൾ എല്ലാവിടെയും വിന്ററായി. എനിക്ക് ആക്ച്വലി സമ്മർ ഇഷ്ടമല്ല, എന്ന് വെച്ചാൽ ചൂട് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ സമ്മർ അത്യാവശ്യം നൈസല്ലേ? എന്ന് വെച്ചാൽ ഭയങ്കര ചൂടും ഭയങ്കര വെയിലൊന്നും ഉണ്ടാവില്ല. പിന്നെ രാത്രി ആണെങ്കിലും കുറച്ച് കാമായിരിക്കും. നമുക്ക് 8-8:30 വരെ ഇവിടെ ലൈറ്റ് ആയിരിക്കും. 8:30 വരെയും ഡേ ലൈറ്റ് കിട്ടും. ചില കൺട്രീസിലെല്ലാം 10 o'clock വരെയും ഡേ ലൈറ്റ് ഉണ്ടാവും. ഇപ്പതേ കാറ്റടിക്കുമ്പോൾ തന്നെ മൂക്കിന്ന് ഇങ്ങനെ റണ്ണിങ് നോസ് ഒലിക്കുന്നുണ്ട് കേട്ടോ, തണുക്കുന്നുണ്ട്. സോ പിന്നെ യൂറോപ്പിൽ അറിയാലോ, ഓൾമോസ്റ്റ് എല്ലാ സിറ്റിയും വളരെ സിമിലാരിറ്റി, എസ്പെഷ്യലി ബിൽഡിങ്സ് ഒക്കെ. നമുക്ക് എനിക്ക് ഈ സ്ഥലം കാണുമ്പോൾ വിചാരിക്കും, അയ്യോ ഞാൻ വേറെ എവിടെ കണ്ടുപോലോ. അത് ഞാൻ പാരീസിൽ കണ്ട്, മറ്റേ ഞാൻ ഇറ്റലി കണ്ട്. ഓരോന്ന് കാണുമ്പോൾ എനിക്ക് ഓരോ കൺട്രി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടത്തെ പൈസ എന്ന് പറയുന്നത് യൂറോ അല്ല. ഇതിന്റെ കറൻസിന്റെ പേരെന്തായിരുന്നു? 2750 രൂപക്ക് രൂപക്ക്. ഇവിടുത്തെ പൈസക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ എല്ലാ ട്രാൻസ്പോർട്ടേഷനും 24 hours യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഞാൻ യൂസ് ചെയ്യുന്ന ഇന്റർനാഷണൽ കാർഡ് നിയോ ഗ്ലോബലിന്റെ കാർഡാണ് കേട്ടോ. അപ്പോൾ ഈ കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എല്ലാവിടെയും 0-4 നമുക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. സോ ഇത് ട്രാം, ബസ് എല്ലാം എയർപോർട്ടിലുള്ള എല്ലാം യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. ഞാൻ ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് സിംഗിൾ ടിക്കറ്റാണ് എടുത്തത്. 24 hours ഇങ്ങനത്തെ ടിക്കറ്റ് എടുക്കുന്നതാണ് ബെറ്റർ കേട്ടോ. അപ്പം ഇതിന് എത്ര യൂറോ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര ഇന്ത്യൻ റുപ്പി ആയിട്ടുണ്ടാവും? 2750 എന്ന് പറയുമ്പോൾ 8 യൂറോ. 8 യൂറോ സംതിങ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ പിന്നെ ചെക്കിങ് ഉണ്ടാവും. ചില ആൾക്കാർ ചെക്ക് ചെയ്യും, ചില ആൾക്കാർ ചെക്ക് ചെയ്യില്ല, അങ്ങനെയാണ്. ഇവിടുത്തെ എസ്കലേറ്റർ കണ്ടോ? അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പേടിയാവും. എന്തൊരു കയറ്റം എന്ന് വിചാരിക്കും, അത്രയും വലിയ എസ്കലേറ്ററാണ്. യൂറോപ്പിൽ ഓൾമോസ്റ്റ് അങ്ങനെയാണ്. കുറേ സ്ഥലത്തൊക്കെ ഇതായിരിക്കും ഉണ്ടാവുക, താഴേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ എസ്കലേറ്റർ ആയിരിക്കും കേട്ടോ ഇറങ്ങുക. സോ നമ്മൾ ഇപ്പോൾ 3 days നിൽക്കുകയാണെങ്കിൽ 3 days ടിക്കറ്റ് അങ്ങനെ എടുക്കാം. അപ്പോൾ
24 hours എടുക്കുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇന്നലെ വൈകിട്ടൊക്കെ പിന്നെ ഞാൻ ബസ്സിന് പോയപ്പോഴാണെങ്കിലും 1 time അങ്ങനെയാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഇന്നലെ രാവിലെ വന്നപ്പോഴും കാർഡ് ടാപ്പ് ചെയ്തിട്ട് സിംഗിൾ ടിക്കറ്റ് എടുത്തത്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സിംഗിൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായത്. സോ ജസ്റ്റ് ഇവിടെ നമുക്ക് നടന്ന് കാണാം. മെട്രോയും ട്രെയിനും ട്രാമും എടുത്തിട്ട് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാം. സിറ്റി തന്നെയാണ് മോസ്റ്റ്ലി ഇവിടെ കാണാനുള്ളത്. ചർച്ച് കാര്യങ്ങൾ അങ്ങനത്തെ ബിൽഡിങ്സ് തന്നെയാണ് ഇവിടെ അധികവും കാണാനുള്ളത്. ഇതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. മെട്രോ ഇറങ്ങിയിട്ട് പുറത്തേക്ക് വന്ന് നമ്മൾ ഇവിടുത്തെ ഒരു കാത്തഡ്രൽ ചർച്ചിൻ്റെ അങ്ങോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുവഴി നടക്കുമ്പോൾ ഉണ്ടല്ലോ സെയിം ആയിട്ടാണ് തോന്നുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മുടെ നാട്ടിലെല്ലാം ജില്ല മാറുമ്പോൾ തന്നെ ആലപ്പുഴ പോലെയല്ല പാലക്കാട്, പാലക്കാട് പോലെയല്ല എറണാകുളം, എറണാകുളം പോലെയല്ല ഇടുക്കി അല്ലേ. ഈവൻ ഇടുക്കി വയനാടും പോലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എല്ലാ സ്ഥലവും ഡിഫറെൻ്റാണ്. പിന്നെ തമിഴ്നാട്ടിൽ പോയാൽ തന്നെ തമിഴ്നാട്ടിൽ ഓരോ ജില്ലകൾ മാറുമ്പോൾ തന്നെ വേറെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഇപ്പം ഈ ഒരു ലുക്ക് ഉണ്ടോ, ഇതേ ബിൽഡിങ് ചിലപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വരുവാ ഇതുവഴിയും തോന്നുന്നില്ല. കാരണം ഇതേ ടെക്സ്ചറിൽ ഇതേ ലൈറ്റിൽ ഇതേ ബിൽഡിംഗ് ആണ് അപ്പുറത്തെ കൺട്രിയിൽ ഉണ്ടാവുക അല്ലേ. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്ലോവാക്യ പോകുന്നു. സ്ലോവാക്യ പോയില്ല എനിക്ക് ഇതേപോലെ തോന്നും. സെയിം ഇത്രയും വലുതല്ലെന്നാ. അത് എനിക്ക് തോന്നുന്നു സിറ്റിയില് ഇങ്ങനെ തന്നെ ആയിരിക്കും. സിറ്റിക്ക് ഔട്ടറിൽ ഓക്കെ. ഞാൻ ഇതുവരെ എല്ലാവരും പറയുന്നത് കേട്ടതില് ബുദാപെസ്റ്റാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയണത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഈ മഴയുള്ള ടൈമിൽ വന്നുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല. ഇവിടെ നമുക്ക് വെതർ മാറുമ്പോൾ തന്നെ ശരിക്കും ആ എൻറ്റയർ ഔട്ട്ലുക്ക് മാറും അല്ലേ. എന്താ ചർച്ചിൻ്റെയാ? ഓക്കെ. ഇതാണ് ഇവിടുത്തെ പ്രധാന ചർച്ച് എന്ന് പറയുന്നത് അല്ലേ. എന്താണ്? അതായത് ഈ സെയിന്റ് സ്റ്റീഫൻസ് ബസിലിക്ക എന്ന് വെച്ചാൽ ഇവിടുത്തെ കിങ്ങിന്റെ പേരാണ് സെയിന്റ് സ്റ്റീഫൻ. ഹംഗറിയിലത്തെ ആദ്യത്തെ കിങ് ആണ് സെയിന്റ് സ്റ്റീഫൻ. ഹംഗറിയിലത്തെ ഏറ്റവും പൊക്കവും വലുപ്പമുള്ള ചർച്ചും കൂടിയാണത്. 96 മീറ്റർ പൊക്കമുണ്ട്. ഓക്കെ. ഈ കാണുന്നതാണ് ആ ചർച്ച്. അത് ഒരെണ്ണം എന്തോ വർക്ക് നടക്കും ഇവിടെ. ഇവരെന്താന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ പോലെയല്ല, ഭയങ്കര മെയിൻ്റെനൻസ് ആയിരിക്കും. ഇപ്പം എപ്പോഴും ഇങ്ങനെ അല്ലേ, എപ്പോഴും എന്തെങ്കിലും പണി നടക്കണം. ഞാൻ പോയപ്പോഴും അതെ, പാരീസിൽ പോയ സമയത്തും അങ്ങനെ ഓരോ അങ്ങനത്തെ കൺട്രിയിൽ പോകുമ്പോൾ ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ടാവും. നമ്മളാലോചിക്കും ഇതിലിപ്പോൾ എന്താ വർക്ക് ചെയ്യാനുള്ളതെന്ന്. അത് വർക്ക് കഴിഞ്ഞാൽ നമുക്ക് മാറ്റം മനസ്സിലാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടൈനി ആയിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ കണ്ടോ, ഇത് ഭയങ്കര വലുതാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ചർച്ച് കാര്യങ്ങൾ യൂറോപ്പിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് തന്നെ കുറേ കഫേസ്, കുറേ ബാറ്, ഒരു ചർച്ച്, ഒരു സ്ക്വയർ, പബ്ബ് അല്ലേ. പുറത്തിരുന്നിട്ട് കോഫി കുടിക്കും. അല്ലെങ്കിൽ കണ്ടാ ഇത് കാണുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരിക, ബെൽജിയത്തിലൊരു സ്ക്വയർ ഉണ്ട് ഫുള്ളിങ്ങനെ. ബ്രുസൽസ് കറക്റ്റ് ഒരു ചർച്ച് ഉണ്ട്, അതിന് ചുറ്റും ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ടോ, ഇത് ഭയങ്കര വലുത്. പിന്നെ അതേപോലെ തന്നെ പാരീസിൽ ഇതേപോലെ ഒരു വലിയ ചർച്ച് ഉണ്ട്, അവിടെയും ഇതേപോലെ തന്നെയാണ്. പക്ഷെ കാണാൻ ഒരു രസമാണ്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ എനിക്കറിയില്ല അതിന് എത്രത്തോളം ഇതുണ്ട് എന്നുള്ളത്. നേരിട്ട് കാണുമ്പോൾ നമുക്ക് പിന്നെയും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ നമ്മളെ കൂടെ പോകുന്ന ആൾക്കാരുടെ വൈബ് പോലെ ഇരിക്കും നമുക്ക് ആ രാജ്യം ഇഷ്ടപ്പെടുന്നല്ലേ അല്ലേ. ക്രിസ്മസിന് ഞാൻ പോർച്ചുഗലിലും സ്പെയിനിലും ഉണ്ടായി. ആ ടൈമിലും കുറച്ചുകൂടെ ഒരു വൈബായിട്ട് എനിക്ക് തോന്നി. തണുപ്പ് കൂടുതലായിരിക്കും, പക്ഷെ എന്നാലും ഭയങ്കര രസമാണ്. എനിക്കും പേഴ്സണലി എന്താ പറയുക, ഒരു ക്രിസ്മസ് ടൈം ഡിസംബർ ടൈമിൽ കുറച്ചുകൂടെ ഫണ്ണായി തോന്നി. അല്ലെങ്കിൽ മേ ബി നെക്സ്റ്റ് മന്ത് പീക്ക് സമ്മറിൽ വേണം. പീക്ക് സമ്മറിൽ ഇടയ്ക്ക് ഇങ്ങനെ വെതർ മാറുമോ? ഇല്ല, സമ്മർ തുടങ്ങിയാൽ പിന്നെ ഇങ്ങനത്തെ പ്രശ്നമില്ല. ഇത് തുടങ്ങാൻ നിക്കണേന്റെ ഒരു തുടങ്ങി പിന്നെ വീണ്ടും ഇതായൊരു അതാണ്. ജസ്റ്റ് പീക്ക് സമ്മർ ആയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ എനിക്ക് തോന്നുന്നു ഇവിടെ മൊത്തം ക്രൗഡ് ആയിരിക്കും അല്ലേ, കംപ്ലീറ്റ് ആയിരിക്കും. ഇവിടെ ക്രിസ്മസിന്റെ സമയത്താണെങ്കിൽ പറയുന്നുണ്ട്, സമ്മറിൽ ഇവർ കുറെ പുറത്തിറങ്ങും. അവര് ഈ ബീച്ചിലൊക്കെ പോയിട്ട് ചില്ല് ചെയ്യുന്ന ആൾക്കാർ. ഇവിടെ ഇപ്പോൾ സ്ക്വയറിൽ സൺഡേ ആയിട്ട് പോലും ഒരുപാട് ക്രൗഡൊന്നും കാണുന്നില്ല. ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് വെറുതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ ഞാൻ പക്ഷെ ആരോടും ചോദിക്കാറില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് ഞാൻ തന്നെ അങ്ങ് സെൽഫി ഫോട്ടോ എടുക്കുക ചെയ്യാറ്. അവിടെയാണ് ഹംഗേറിയൻ പാർലമെന്റ്. നമ്മളിപ്പോൾ കാണാൻ പോണ പാർലമെന്റ് എന്ന് വെച്ചാൽ, അതായത് നേരത്തെ ഒരു രാജാവിന്റെ കാര്യം പറഞ്ഞില്ലേ, സെന്റ് സ്റ്റീഫൻസ് ബസിലിക്ക. ആ രാജാവിന്റെ കൊട്ടാരമായിരുന്നു അത്. എങ്ങനെയാണ് ഹംഗറി സ്ഥാപിച്ചത്, ഹംഗറി എന്ന രാജ്യം ഉണ്ടാക്കിയത്. പിന്നെ ഈ
രാജാവൊക്കെ പോയപ്പോൾ ഒരു ഡെമോക്രസി ആക്കിയപ്പോൾ ഇവരെ പാർലമെന്റ് ആക്കി മാറ്റി. ഈ യൂറോപ്പിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ പാർലമെന്റ് ബിൽഡിംഗ് ഇതാണ് പറയപ്പെടുന്നത്. ഓക്കെ ഓക്കെ. ഇത് ചർച്ച് പോലെ ഇരിക്കുന്നുണ്ടല്ലേ പാർലമെന്റ്. ഇതില് 700 മോർ ദാൻ 700 റൂംസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ള റൂംസ് എന്ന് പറയുമ്പോ ലൈക്ക് അത് എന്തിനെ ആക്സസ് യൂസ് ചെയ്യുന്ന? അതായത് പണ്ടായിരുന്നു ഈ പാലസ് ആയിരുന്നു. അപ്പൊ രാജാവിന്റെ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഇപ്പൊ പാർലമെന്റ് ആയതിന്റെ സെഷൻ നടക്കണ്ടൊക്കെ ഇതിന്റെ ഉള്ളിലാ. ഓക്കെ ഓക്കെ ഓക്കെ. പണ്ടത്തെ പാലസ്, ഇപ്പത്തെ പാർലമെന്റ്. ഓക്കെ. ഇന്ന് ഞാൻ മാത്രമല്ല ഇവിടെ ഫസ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പോകുന്ന കേട്ടോ. നമ്മുടെ അഞ്ജലി എത്ര മാസമായി ഇവിടെ? 6 മാസമായി ഹംഗറിയിൽ വന്നിട്ട്. എന്നിട്ട് ഇന്ന് ഞാൻ വരേണ്ടി വന്നു ഹംഗറി ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി അല്ലേ. ഇവിടുത്തെ ട്രാമാണ് കേട്ടോ ബാക്കിൽ പോകുന്നത്. ഭയങ്കര സ്ലോ ആണ്. പിന്നെ ഇത് പഴയ ട്രാമാണ് അല്ലേ. അതെന്താന്ന് വെച്ചാൽ പാർലമെന്റിന് മുമ്പിൽ എത്തുമ്പോൾ അവരൊന്ന് സ്ലോ ആക്കും. കാരണം നമുക്ക് ഈ വ്യൂ ഒന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെ നമ്മൾ ടോയ് ട്രാം എന്ന് പറയും. കാരണം ഈ രാത്രി ഇതിൽ കൂടെ വരുമ്പോൾ നല്ല രസമാണ്. ഓക്കെ. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല രസമായിരിക്കും. ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. പക്ഷെ മഴ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ വീടിൻ്റെ ഉള്ളിൽ പുതച്ച് മൂടി കിടക്കുവാന്ന് തോന്നുന്നു. സാറ്റർഡേ ആണ് പിന്നെയുണ്ടോ കണ്ടോ. നല്ല രസമുണ്ട്. ഈ സ്ക്വയറിന് ചുറ്റും അടിപൊളി. ഇവിടെയും എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് നടക്കുന്നു. ഓക്കെ. ഇവിടെ ഫൗണ്ടെയിൻ ആണോ? വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടോ? സമ്മർ ആകുമ്പോ എല്ലാം തുറക്കും. തെറ്റ് പറ്റാത്തതായി ആരുണ്ട്? അതാ. അപ്പൊ വാട്ടർ ഫൗണ്ടെയിൻ ഒക്കെ ഇപ്പൊ സ്റ്റാർട്ട് ആവും സൂൺ കേട്ടോ. ഇവിടെ സ്ലിപ്പറിൻ്റെ എല്ലാം ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിനും നൈസായിട്ടുള്ള ഒരു കാര്യം അതാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കൊന്നും കൊടുക്കില്ല. ഇവിടെ സ്ലിപ്പറിൻ്റെ ഇത് ചിഹ്നം കൊടുത്തേക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും കൊടുക്കില്ലല്ലോ. ഇവിടെ എല്ലാവിടെയും നമുക്ക് എല്ലാത്തിൻ്റെയും കൊടുക്കും. നമ്മളിവിടെ നടന്നു പോകുമ്പോൾ ആൾക്കാർ നമുക്ക് ഡോറൊക്കെ പിടിച്ച് തുറന്നു തരും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് താങ്ക് യു പറയും. അപ്പോൾ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം അത് നമുക്ക് അവനറിയില്ല. പക്ഷെ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് അവർ ഡോർ പിടിച്ച് തുറന്നു തരും. അറിയില്ലെങ്കിൽ എല്ലാവരും ഗ്രീറ്റ് ചെയ്യും. ഹായ് ഹലോ ഒക്കെ. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഏറ്റവും കൂടുതൽ ഞാൻ പോയപ്പോൾ ആഫ്രിക്കയിലെ സിറ്റികളിൽ അവർ ഒരു പരിചയമില്ലാത്തവർക്ക് ഇപ്പൊ ഇങ്ങനെ റാൻഡംലി നടക്കുമ്പോ ഒക്കെ എല്ലാവരും ഹായ് ഹൗ ആർ യു, ഹൗസ് യുവർ ഡേ അങ്ങനെയൊക്കെ ചോദിക്കും. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സിറ്റിയിൽ മോസ്റ്റ്ലി. വില്ലേജിൽ ആ ഒരു കൾച്ചർ ഇല്ല. ചിരിക്കും എല്ലാവരും അങ്ങനെ. ഇതാണ് ഇവിടുത്തെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് അല്ലേ. ഇപ്പോഴും ഭംഗിയുണ്ട്. രാത്രിയുടേതായ ഭംഗിയുണ്ട്. പകല് വാവ് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു വെറൈറ്റി ബിൽഡിംഗ്. പിന്നെ ഒരു പാർലമെന്റ് എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് വേറൊരു ചർച്ച് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു പാർലമെന്റ് ബിൽഡിംഗ്. ഇവിടെ സൂം ഔട്ട് ചെയ്തിട്ട് എടുത്താൽ തന്നെ ഈ ഒരു ഫ്രെയിമിൽ മൊത്തത്തിൽ ഇങ്ങനെ കൊള്ളൂല കേട്ടോ. കാരണം അത്രയും നീളമുണ്ട്. ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഉണ്ട്. അവിടെ കണ്ടോ ഇതേ ബിൽഡിങ്സ് ഞാൻ എവിടേക്കോ സെയിം കണ്ടിട്ടുണ്ട് അല്ലേ. ഇത് എവിടെയാ ഇതേ ബിൽഡിംഗ് കണ്ടേന്ന് തന്നെ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഒരേപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഗൂഗിളിൽ ഹംഗറിന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്നത് ബുഡാപെസ്റ്റിലെ ഈ ഒരു പാർലമെന്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ഫോട്ടോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബിൽഡിങ് കണ്ട് പരിചയം ഉണ്ടാവും എല്ലാവർക്കും. ഈ ഒരു ഇത് നമ്മളെ നാട്ടിൽ ഇന്ത്യ കാണിക്കുമ്പോൾ താജ്മഹൽ വരുന്ന പോലെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള സംഭവമാണിത്. ഇവിടെ നമ്മൾ ട്രാമിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ട്രാമിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ വ്യൂ കാണാൻ പറ്റും. ഓരോ ബിൽഡിങ്സ് കണ്ടോ. ആ ബിൽഡിങ്സ് ഇപ്പോൾ അവിടെയൊക്കെ പുറത്തിരിക്കും എല്ലാവരും. പക്ഷെ മഴ പെയ്തുകൊണ്ടാണ് ആരും പുറത്തിരിക്കാത്തത്. എനിക്ക് ഈ സെയിം ബിൽഡിംഗ് എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ എല്ലാ ബിൽഡിങ്സും ഇങ്ങനെയാ. ഇങ്ങനെ കർവ് വന്നിട്ട് അല്ലെ. അത് ഇങ്ങനെ സെപ്പറേറ്റ് ആവില്ല. ഒരൊറ്റ ബിൽഡിംഗ് ആയിരിക്കും അത്. ഗ്യാപ്പില്ല. അതിങ്ങനെ വളഞ്ഞാലും കറക്റ്റ് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അത് എല്ലാ യൂറോപ്പിൽ പോയാലും ആ ബിൽഡിങ്സ് എന്ത് കണ്ട അവിടെ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നുണ്ടാവും. യൂറോപ്പാണെന്ന് കാണുന്നതിന്റെ ഫസ്റ്റ് തെളിവ് അതാണ്. എല്ലാ ബിൽഡിങ്സിലും അങ്ങനെ തന്നെ ഇരിക്കണ്ടാവും. ഓരോ ബിൽഡിങ്സ് ഓരോ ഡിഫറെന്റ് ലുക്കിലായിരിക്കും. പക്ഷെ ഈ സെയിം ബിൽഡിംഗ് ചിലപ്പോൾ വേറെ കൺട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നോക്കി ചെരിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് കണ്ടോ നമ്മളിങ്ങനെ ട്രാമിൽ പോകുന്ന സമയത്ത് നമുക്ക് കാണുന്ന വ്യൂ നോക്ക്. ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെനിക്ക് പോകുന്നത് പോർച്ചുഗലിലെ പോർത്തോയും ആംസ്റ്റർഡാമും പാരീസും മിക്സ് ആയിട്ടുള്ള ഇത് 3 കൺട്രീൻ്റെയും സിമിലാരിറ്റി തോന്നുന്നൊരു സ്ഥലമാണ്. ഇവിടെ കുറെ ക്രൂസ് ഷിപ്പ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇങ്ങോട്ടാ പോകുന്നത്? അടുത്ത ഫിഷർമാൻ ബാസ്റ്റിയൻ. അതെന്താണ്? അത് ആ പൊക്കത്തിലുള്ള വെള്ള ബിൽഡിംഗ് ഉണ്ട് അവിടെ.
ഓക്കെ, ആ അറ്റത്തുള്ള ബിൽഡിങ് അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. എനിക്കിവിടെ ഞാൻ ഇന്നലെ ഈ ഇതുവഴി വന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആ ഇവിടെ കുറേ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. നമ്മളെത്തി ഇറങ്ങാനായി. ഇവിടെ എല്ലാ ബ്രിഡ്ജും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നത്. ഇന്നലെ രാത്രി വന്ന് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ ട്രാമിൽ നിന്ന് ഇറങ്ങി, ഇനി അടുത്ത ബസ് എടുക്കുവാണ്. നമ്മൾ ട്രെയിനിൽ കയറി, ട്രാമിൽ കയറി, ബസ്സിൽ കയറി. ഇവിടെ മൊത്തം ഈവൻ നമുക്ക് നടന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. പക്ഷെ നടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ തണുപ്പാണ്. വെയിലുണ്ടെങ്കിൽ നല്ല രസമാണ് നടന്ന് കാണാനായിട്ട്. പക്ഷെ ചൂടാണെങ്കിൽ തണുപ്പാണെങ്കിൽ നമ്മൾ ബസ് എടുത്ത് പോകുന്നതിന്, കാരണം ഭയങ്കര കാറ്റായിരിക്കും. അവിടുന്ന് ബസ് ഇറങ്ങി നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എവിടെ നോക്കിയാലും ആ പാർലമെന്റിന്റെയും ബ്രിഡ്ജിന്റെ ഒക്കെ വ്യൂ കാണാം കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഇതെന്താന്നാ പറഞ്ഞേ? അതെന്താണെന്നാണ് പണ്ട് ഇവിടെ ഹംഗറിയിൽ യുദ്ധം വന്ന സമയത്ത് ഇവിടെ കുറെ ഫിഷർമെൻ folk ഉണ്ടായിരുന്നു. അപ്പൊ അവരാണൊക്കെ ഇങ്ങനെ യുദ്ധത്തിൽ സഹായിച്ചിട്ട് ഈ രാജ്യം തിരിച്ചു പിടിക്കാൻ സഹായിച്ചത്. അപ്പൊ അവരുടെ ഓണറിന് വേണ്ടി പറഞ്ഞതാണത്. ഓ, അതുകൊണ്ടാണ് ഫിഷർമെൻ മുംതാസ് ഇതിന് ഷാജഹാൻ പണിത പോലെ. കണ്ടോ വ്യൂ നല്ല കേട്ടോ. ഇപ്പൊ സ്കൈ ഒന്നുകൂടെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ കണ്ട പള്ളി അത് ഇത് പാർലമെന്റ് 296 മീറ്ററാ. ഇവിടെ സിറ്റിയിലേക്ക് രണ്ട് ബിൽഡിങ്സ് ഇത് രണ്ടും കണ്ടോ. അത് നേരത്തെ കണ്ട പണി നടക്കുന്നത്. പിന്നെ ഇത് അല്ല ഭയങ്കര ഹൈറ്റ്. ഓ ഇത് സീന്, ഇത് ഭയങ്കര വലുതാണ് കേട്ടോ. ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും ദൂരേന്ന് ഞാൻ സൂം ചെയ്തിട്ട് എടുക്കുന്നത് നോക്ക്. പക്ഷെ അത് രണ്ടും ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് ഇത്രയും ഹൈറ്റിൽ കാണാം. ഈ പ്രതിമ കാണുന്നുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ രാജാവ്, കിങ് സ്റ്റീഫൻ, ഹംഗറിയിലെ ആദ്യത്തെ രാജാവ്. ആള് ഭയങ്കര സീരിയസ് ആണ്. മുഖം കണ്ടില്ലേ? അയ്യോ, മുഖം കണ്ടില്ല. എല്ലാവരും ഇത് കാണാൻ വന്നിട്ടുണ്ടോ? ഇപ്പതേ കുറച്ച് ക്രൗഡായി തുടങ്ങിയിട്ടുണ്ട്. ഈവനിങ് ആയി തുടങ്ങിയപ്പോൾ എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങോ ചേർച്ചാണോ? അത് ഇവിടെ മനസ്സിലാവില്ല ചേർച്ച് ഏതാണ്. ഇവിടെ ഓരോ ബിൽഡിങ്സ്. ഇവിടെ ഈ ആൾക്കാർ മൊത്തം കാണാൻ വരുന്നത് ഇതേപോലത്തെ ബിൽഡിങ്സ് ആണ് കേട്ടോ. കാരണം ബിൽഡിങ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും. എൻ്റെ ഒരു ടൈപ്പല്ല. പിന്നെ എല്ലാ കൺട്രിയും എല്ലാ സ്ഥലങ്ങളും കാണണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ എല്ലാം വിസിറ്റ് ചെയ്യുന്നു മാത്രം. കാരണം ഇവിടെ കൂടുതലും ബിൽഡിങ്സ് തന്നെയാണ് കാണാറ്. അതിപ്പോൾ യൂറോപ്പിലെ ഏത് സിറ്റി പോയാലും മോസ്റ്റ്ലി ബിൽഡിങ്സ് ആയിരിക്കും. ഔട്ടറിൽ പോയാലായിരിക്കും നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. കുറേ പേര് വില്ലേജ് കാണിക്കാനൊക്കെ പറയണ്ടായി. ഇവിടെ അങ്ങനെ ഒരു വില്ലേജ് ഇല്ല. എന്ന് വെച്ചാൽ തേർഡ് വേൾഡ് കൺട്രീസിലാണ് നമുക്ക് അങ്ങനെ വില്ലേജസ്, അവിടുത്തെ കൾച്ചർ കാര്യങ്ങൾ. ഇവിടെയൊക്കെ മോഡേൺ ആ ഒരു സെയിം സംഭവമായിരിക്കും. സിറ്റിയിലുള്ള തന്നെയാണ് വില്ലേജിലുണ്ടാവും. ഔട്ടറിലായാലും കുറേ ട്രക്കിംഗ്, ഹൈക്കിംഗ്, വാട്ടർഫാൾ, നാച്ചുറൽ ലേക്സ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ടൊരു വില്ലേജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. എൻറ്റയർലി മൊത്തത്തിൽ ഏത് യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും ആ ഒരു വില്ലേജസ് ഉണ്ടാവും. പക്ഷേ വില്ലേജസിലെ നമുക്ക് അവിടെ പോയി സ്റ്റേ ചെയ്യാനോ അങ്ങനത്തെ ആ ഒരു ലൈഫ് സ്റ്റൈൽ സംഭവങ്ങളൊന്നും ഇല്ല. നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതേ രണ്ട് മലയാളീസിനെ കണ്ടുപിട്ടിൻ്റെ. ഹായ് ഹായ് നമസ്കാരം. പേരെങ്ങനെയാ? ഏതാ? റെജി. നാട്ടിലെവിടെയാ? ഇഷ്ടപ്പെട്ടോ യൂറോപ്പ് എല്ലാം? ഇവിടെ ട്രാവൽ ചെയ്യാൻ വന്നാട്ടോ. ആള് ജർമ്മനിയിൽ വർക്ക് ചെയ്യാണ്. പഠിക്കുവാണോ? സോറി, ഞാൻ വർക്ക് ചെയ്യാന്നാ വിചാരിച്ചത്. സോറി. സിവിൽ എഞ്ചിനീയർ ആന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്ന്. ഓക്കെ, യൂറോപ്പ് എല്ലാം ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഏതൊക്കെ കൺട്രീസ് പോയിട്ടുള്ളത്? ഏത് സൈഡാന്നറിയോ? മെയിൻ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ. സ്വിറ്റ്സർലൻഡ് ഇഷ്ടപ്പെട്ടോ? ഞാൻ സ്വിറ്റ്സർലൻഡ് പോയിട്ടില്ല. ബാക്കി എല്ലാ കൺട്രിയും പോയിട്ടുണ്ട്. അഫോർഡ് ചെയ്യാൻ ഇപ്പൊ എന്റെ ഇപ്പത്തെ അവസ്ഥ. അതെ അതെ. അപ്പൊ അതിലേതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നെതർലൻഡ്സ്. സെയിം വിത്ത് യേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യൂറോപ്പിൽ നെതർലൻഡ്സ് ആണ്. സ്വിറ്റ്സർലൻഡ് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട്. ഓക്കെ ഓക്കെ, നൈസ്. ഓക്കെ, അപ്പോൾ വേണ്ടോ ഇവിടെ മക്കള് പഠിക്കുന്നുണ്ട്. പാരൻസ് ഒക്കെ ഇതുപോലെ വന്നിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് കണ്ട അടുത്ത ഇവിടെ പഠിക്കുന്ന പിള്ളേർ പാരൻസിനെ കൊണ്ടുപോകാൻ ഒരു മോട്ടിവേഷനാണ്. ആൻറ്റി താങ്ക് യു. ഈ വെള്ളം ഞാൻ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്ക് വെള്ളം ദാഹിക്കുന്നുണ്ടെങ്കിൽ നാച്ചുറൽ വെള്ളം, നല്ല തണുത്ത ഫ്രഷ് വെള്ളം കുടിക്കാം. നമുക്ക് ഇവിടുത്തെ ടാപ്പ് വാട്ടേഴ്സ് ഒക്കെ കുടിക്കാം. ടോയ്ലറ്റിന് കുടിച്ചാലും ടാപ്പിൽ നിന്ന് കുടിച്ചാലും എവിടെ നിന്ന് കുടിച്ചാലും ഓക്കെയാണ്. സോ വെറുതെ മിനറൽ വാട്ടർ വാങ്ങി €1 ഒന്നും കളയേണ്ട ആവശ്യമില്ല അല്ലേ? അതെ അതെ, സെയിം ടേസ്റ്റ് ആണല്ലോ. ഇത് എവിടുന്ന് വരുന്ന വെള്ളമായിരിക്കും? നിക്കുന്നില്ലല്ലോ അത്. അവര് മറ്റേ പ്ലാന്റ് നയിക്കുന്നതായിരിക്കും. ഇവിടെ അടുത്ത വെള്ളച്ചാട്ടം ഒന്നും ഇല്ല എന്തായാലും, അല്ലേ?
ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലത്തുണ്ട് സത്യം പറഞ്ഞാൽ. ശരിയാ. ഇവിടെ ഉണ്ടോ ഇങ്ങനെ റെഡൊക്കെ വെച്ച് ഭയങ്കര റൊമാൻറ്റിക് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട്. യൂറോപ്പിൽ അതാണ് നൈസ് ആയിട്ടുള്ള കുറേ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാം. കുറേ റെഡില് ഓരോ കഫേസും കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കഫേസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് പ്ലേസ് ആണ്. കോഫി കുടിക്കുന്നവർക്കും ബിയർ കുടിക്കുന്നവർക്കും അടിപൊളി സ്ഥലമാണ് യൂറോപ്പ്. ഏത് ടൈമിൽ വന്നാലും നൈസാണ്. കാരണം കഫേസിൽ ഇങ്ങനെ ഇരിക്കാമല്ലോ, പുറത്തും അല്ലാണ്ടും ഇരിക്കാം. ഇപ്പോൾ പുറത്ത് മഴ ആയതുകൊണ്ട് ആരും ഇല്ലാത്ത. ഇവിടെ നല്ല രസമുള്ള ഓട്ടോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നോക്കി ഈ ഓട്ടോ കണ്ടോ, കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി ഓട്ടോ. എന്തായാലും ഇവിടെ ടാക്സി ഓടുന്ന ഓട്ടോ. ടാക്സി ടൂറിസ്റ്റ് ഇന്ത്യൻസാ. അവർക്കത് കണ്ടപ്പോ നൊസ്റ്റ് അടിച്ച് കയറിയതാണോ? തുക് തുക്ക് ബുഡാപെസ്റ്റ് തുക് 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 തുക്ക് കണ്ടേ. നോക്ക് അത് ഇന്ത്യൻസ് ആണല്ലോ അതിലൊക്കെ തുക്തുക്കിൽ കയറുന്നത്. വാവ്, നിങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ? കൊറേ നാളായില്ലേ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ. തുക്തുക്ക് തന്നെ അതിൽ എഴുതും ചെയ്തിട്ടുള്ളത്. നമ്മളെ നോർത്ത് ഇന്ത്യയിലൊക്കെ തുക്തുക്കാണല്ലോ. അടുത്തൊരു വ്യൂ പോയിന്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഇവിടുന്ന് ഭയങ്കര വ്യൂ ആണ്. ഇത് കറക്റ്റ് പോർച്ചുഗലിലെ പോർട്ടോ പോലെ അതേ ബ്രിഡ്ജും അതേ ലുക്കും ബിൽഡിങ്സും അങ്ങനെ. ഈവൻ ലിസ്ബണിന്റെയും കുറേ സിമിലാരിറ്റി തോന്നുന്നുണ്ട്. ഇവിടുന്ന് അടുത്ത ബസ് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ബസ്സെല്ലാം ഭയങ്കര ടൈമിംഗ് ആയിരിക്കും. അതെന്ന് വെച്ചാൽ കറക്റ്റ് ആയിരിക്കും, എക്സാക്റ്റ് ടൈമിൽ വരും ബസ്. 1 മിനിറ്റ് തന്നെ ലേറ്റ് ആവില്ല. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മ്യൂസിയം ആണ്. ഇവിടെ കുറേ എല്ലാ കൺട്രിയിലും പോകുമ്പോൾ അറിയാലോ മ്യൂസിയം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിവിടുന്ന് അങ്ങോട്ട് ഈ ഏരിയക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഈ ഒരു സ്ക്വയർ കണ്ടോ, ഇതേപോലെ തന്നെ പാരീസിൽ സെയിം ആയിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഒരു കൺട്രി കാണാൻ പറ്റുവാണെങ്കിൽ ഒരു കൺട്രി കണ്ടാൽ മതി. യൂറോപ്പിലെ എല്ലാ കൺട്രിയും ഒരേപോലെ ഇരിക്കുന്നത്. സീരിയസ്ലി ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഔട്ടിൽ പോയി കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങളുണ്ട് എന്നല്ലാണ്ട് ഒരു മാറ്റമില്ല. ബിൽഡിങ്സിനൊരു മാറ്റമില്ല. എൻ്റെ പാരീസിലെ കഴിഞ്ഞ വർഷത്തുള്ള വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ കാണാം ഇതേ ബിൽഡിങ്, സത്യം. ആ ബിൽഡിംഗ് ഉണ്ടോ, ആ ബിൽഡിങ്ങും സെയിം ഇതേപോലെ വേറെ ഏതൊക്കെയോ കണ്ട് എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. ഇത് കണ്ടോ, ഒരു ലേക്കാണ്, തീരെ ആഴമില്ലാത്ത ലേക്കാണ്. അപ്പോൾ ഇവിടെ വിന്റർ വരുന്ന സമയത്ത് ഇവിടെ ഫുള്ള് സ്കേറ്റിംഗ് ആയിരിക്കും അല്ലേ? വിന്റർ ഐസ് സ്കേറ്റിംഗ് ആയിരിക്കും. ഫുള്ള് സ്നോ ആയിരിക്കുമോ? സ്നോ ആയിരിക്കും അല്ലേ? ഓ ഉണ്ടോ. അപ്പോൾ ആ ടൈമിൽ ഇവിടെ ഇത് ഫുള്ള് ഫ്രീസായിട്ട് ഐസ് സ്കേറ്റിംഗ് ചെയ്യും എല്ലാവരും. ഇതെന്താ, പാർക്കാണോ? സിറ്റി പാർക്ക്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം. അടിപൊളി ഫോർ ഹണിമൂൺ അല്ലേ? ഹണിമൂണിന് അങ്ങനെയൊക്കെ അടിപൊളിയാണ്. നല്ല കാറ്റ് കണ്ടോ, വെള്ളം ഇങ്ങനെ ഇതാവുന്നു, കാറ്റടിച്ചിട്ടാണ്. ഹണിമൂൺ നല്ല ഫോട്ടോസ് എടുക്കുന്നു. അടിപൊളി കഫേസ്, റൊമാൻറ്റിക് പ്ലേസസ്. ഒരുപാട് പേര് വരുന്നുണ്ട്. പാരീസൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പം എല്ലാവരും ഹംഗറി അങ്ങനെ വെറൈറ്റി പിടിക്കുന്നു. ഇത് ഇവിടുത്തെ എന്തോ ചോദിച്ചാന്ന് തോന്നുന്നുണ്ട്, പഴയത് അല്ലേ? എനിക്ക് ഇതൊക്കെ കാണുമ്പോ അറിയുമ്പോ ഈ അസാസിൻസ് ക്രീഡ് ഗെയിം കളിച്ചിട്ടുണ്ടോ? അയ്യോ, ഞാൻ കളിച്ചിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ ഗെയിം ഒന്നും തീരെ കളിച്ചിട്ട്. ഇതാരാ അപ്പൂപ്പൻ അവിടെ ഇരിക്കണേ? അപ്പൂപ്പൻ ഇവിടുത്തെ വലിയൊരു സയന്റിസ്റ്റ് ആണ്. അങ്ങനെ പേര് എനിക്ക് പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് അറിയില്ല. ടറാനി ഇഗ്നാറ്റിനെ എഴുതി വെച്ചേക്കുന്നത്. എനിക്കിതൊക്കെ കാര്യമായിട്ട് അറിയണമെന്നറിയാം. ഞാൻ പണ്ട് സ്റ്റൈപ്പൻഡിയം ഓക്കെ. ഇതോ അപ്പാ? ഇതും ഒരു പാലസ് ആയിരുന്നു. ഇട്ട് കൊടുത്ത അഗ്രികൾച്ചറൽ മ്യൂസിയം ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഹംഗറിൻ്റെ അഗ്രികൾച്ചറൽ റെവല്യൂഷൻ അതിനെക്കുറിച്ച് അതൊക്കെ കാണിക്കണ കുറേ പഴയ സാധനങ്ങൾ, പഴയ സ്റ്റീം വെച്ച് വർക്ക് ചെയ്യണം. ഇവിടെ കൂടുതലും കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഹിസ്റ്റോറിക്കൽ സ്ലോ ലൈഫ് സ്റ്റൈലാണ്. സ്ലോ റിട്ടയർ ആൾക്കാർക്ക് പറ്റിയ ഒരു ലൈഫ് സ്റ്റൈലാണ്. എക്സൈറ്റിംഗ് അല്ല, കാം ആൻഡ് പീസ്ഫുൾ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു സംഭവം കണ്ടു. ഇതെന്താ? അതായത് അവിടെ പേര് എഴുതി വെച്ചാണോ അനോണിമസ്. ഇതെന്ന് വെച്ച് ഇവിടുത്തെ പണ്ട് കിങ് ബെല്ലായിരുന്നു. അപ്പൊ ഇവിടെ എന്തൊക്കെയാ നടന്നതെന്ന് ഇവിടുത്തെ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഇങ്ങേര്. പക്ഷെ ഇങ്ങനെ ഐഡന്റിറ്റി എന്താ, പേരെന്താന്ന് നമുക്ക് ആർക്കും അറിഞ്ഞിട്ടുണ്ട്. കാരണം അവരെ സീക്രട്ട് ആക്കി വെച്ചേക്കാണ്. കാരണം എന്താ, ഇൻ കേസ് രാജാവ് തോറ്റ അങ്ങനെ ഇവരെ പിടിച്ചിട്ട് ഹിസ്റ്ററി തിരുത്തി എഴുതാൻ പാടില്ലല്ലോ. പണ്ട് എന്തുണ്ടായിരുന്നു അങ്ങനെ തന്നെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് ആൾ. ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഹംഗറിന്റെ മെയിൻ ഹിസ്റ്ററി ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്, ഇങ്ങനെ എഴുതി സൂക്ഷിച്ച റെക്കോർഡ്സിൽ. മുഖം നോക്ക്, ഭയങ്കര ഇതായിട്ട് അല്ലേ, കാണാൻ പറ്റത്തില്ല. ഭയങ്കര കലിപ്പായിട്ട് എടുത്ത് വെച്ച പോലെ ഉണ്ട്. ഇത് കുറച്ച് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അവിടുന്ന് ഇറങ്ങി തിരിച്ചു വന്ന് ബാഗ് എടുത്ത് ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങി. ഇനി നേരെ സ്ലോവാക്കിയയിലേക്കാണ്
ഇനിയും ഫ്ലിക്സ് ബസ് മിസ്സാക്കാൻ പറ്റൂല. അത് എത്ര മിസ്സാണെന്നറിയോ? ഇനി മിസ്സാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പോവാണ്. ഇവിടുന്ന് M4 എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആണ് ലാസ്റ്റ് സ്റ്റേഷനിൽ ബസ് സ്റ്റേഷനിലെത്തും. ഞാൻ വന്ന വഴിയല്ല, മീൻസ് വന്ന ബസ് സ്റ്റേഷനല്ല, ഇത് വേറെ ബസ് സ്റ്റേഷനാണ്. ആണോ? ഓക്കെ, ഡ്രൈവർ ഇല്ലാത്ത വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അഞ്ജലി ഉണ്ട്, എല്ലാവരും എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് ബസ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ തണുപ്പ് കൂടിയോ, കാറ്റ് കൂടി തോന്നുന്നു. സോ ഇനിയിപ്പോൾ നേരെ ഫ്ലിക്സ് ബസ് കയറിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഈ കാണുന്നതാണ് ലങ്കോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു ലോക്കൽ ഫുഡ് അല്ലേ? അതെ അതെ, അതായത് ഇത് ബേസിക്കലി ഒരു ഡീപ് ഫ്രൈഡ് ഡോ ആണ്. അതിൽ സവർ ക്രീമും ചീസും ഇട്ട് കഴിക്കും. ഇത് ഈസ്റ്റേൺ യൂറോപ്പിന്റെ കുറെ രാജ്യങ്ങളിലുണ്ട്, പക്ഷേ ഹംഗറിയിലാണ് ഏറ്റവും ഫേമസ്. ഓക്കെ, കഴിച്ചു നോക്കാം അല്ലേ? ഇഷ്ടമാണോ? കഴിച്ചിട്ടില്ല. ഓക്കെ, 6 മാസമായിട്ട് അഞ്ജലി കഴിച്ചിട്ടില്ല കേട്ടോ. കഴിക്ക് അഞ്ജലി, കഴിക്ക്. എങ്ങനെയുണ്ടോ നോക്ക്. സാധാ ഡോ ഇപ്പൊ ഫ്രഷ് ആയിട്ട് ഫ്രഷ് ആണ്. ഞങ്ങൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നത് വേണ്ടിട്ട്. ഇതാവാൻ സാധ്യതയുണ്ട്. കൊള്ളാം. അവിടെ ഫ്ലിക്സ് ബസ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് പോകാനുള്ള ഇഷ്ടമായി. ചൂടോടെ കഴിക്കുമ്പോ എനിക്ക് തോന്നുന്നു നല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. കാണാം, നാട്ടിൽ വരുന്ന സമയത്ത് വിളിക്കണേ. ടാറ്റാ, ബൈ ബൈ. ഞാൻ ദേ ഫ്ലിക്സിൽ കയറാൻ നിൽക്കുകയാണ്. ഇത് 2 നിലയുള്ള ഫ്ലിക്സ് ആണ്, മുകളിലേക്ക് കയറണം. ബസ്സിൽ പോകുന്ന വഴിക്ക് നോക്ക്, നല്ല വിൻഡ് മില്ലൊക്കെ കാണുന്നുണ്ട്. നോക്കി, അവിടെ ഇവിടെയൊക്കെ വിൻഡ് മില്ല് കാണുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി സണ്ണ് കാണുന്നുണ്ട്. രാവിലെയൊക്കെ മഴയായിരുന്നതാ, പെട്ടെന്ന് സണ്ണ് വന്ന് ഇത്രയും നേരം കാറ്റും മഴയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം വെതർ നോക്ക്, അവിടെ ഉണ്ട്. വെതർ ഇങ്ങനെ പെട്ടെന്ന് മാറും. ഓരോ മിനിറ്റ് വെച്ചിട്ട് ഇങ്ങനെ വെതർ മാറുന്നത് നോക്ക്. നല്ല അടിപൊളി സണ്ണും നല്ല സ്കൈയും ഒക്കെ കാണാൻ പറ്റുന്നത്. സ്കൈ കണ്ട, സ്കൈ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയോ കൃഷിയുണ്ട്, കൃഷീൻ്റെ ഏരിയയാണ് നടക്കുന്നത്. എനിക്ക് ഇവിടുത്തെ ഓരോ സൺറൈസും സൺസെറ്റൊക്കെ ഭയങ്കര മാജിക്കലായിട്ട് തോന്നും. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട സൺറൈസ് എൻ്റെ അമ്മ, അപ്പം ഞാൻ ഉറക്കപ്പിച്ചിലായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അത് ശരിക്കും ഞാൻ ഇതുവരെ സ്കൈ അങ്ങനെ കണ്ടിട്ടില്ല. ശരിക്കും പിങ്ക് കളറിൽ ഞാൻ സ്കൈ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ടൈപ്പ് സ്കൈ ആണ് എപ്പോഴും കാണുക, പക്ഷെ ആ സ്കൈ വേറെയായിരുന്നു. ശരിക്കും പിങ്ക് കളർ, റോസ് കളറിൽ എങ്ങനെ സ്കൈ ഉണ്ടാവും എന്ന് ഞാൻ ആലോചിച്ചു പോയി. വേറെ എവിടെയും കാണാത്ത ടൈപ്പ് സ്കൈ ആണ് ഞാൻ അന്ന് അവിടെ കണ്ടത്. ഇവിടെ എന്തൊക്കെയോ ഗ്രീൻ കളറിൽ മൊത്തം കൃഷിയാണ് കേട്ടോ കാണുന്നത്. എന്ത് കൃഷിയാണെന്ന് മനസ്സിലാവുന്നില്ല. കണ്ടില്ലേ, അവിടെ ഇങ്ങനെ പ്ലെയിനായിട്ട് ഭയങ്കര ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട്. ഫൈനലി ഞാനിതാ സ്ലോവാക്കിയയിൽ എത്തിയിട്ടുണ്ട്. ബ്രാറ്റിസ്ലാവയിലാണ് വന്നിട്ടുള്ളത്. സോ എൻ്റെ ഫ്രണ്ട്സ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഹായ്, എന്തൊക്കെ വിശേഷം? ഇത് അഫ്സലി, നാട്ടിൽ പെരുന്തമണ്ണ, മലപ്പുറം. ഇവിടെ 2 ആൾക്കാരുണ്ട്. ഹലോ. പേര് ഇതിലാജ്, ആഷിഖ്. പെരുന്തമണ്ണ തന്നെ, മലപ്പുറം. ഇവിടെ എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? അതപ്പോ അവിടെ പറഞ്ഞോണ്ടിരുന്നു വിന്ററിലെ കാര്യമല്ലേ? വീട്ടില് നല്ല തണുപ്പാണ്. നമ്മള് ട്രെയിനിൽ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ട്രെയിൻ ഓൾമോസ്റ്റ് എംപ്റ്റി ആയിട്ടാണ് കിടക്കുന്നത്. ലേറ്റ് നൈറ്റ് ഒന്നും ആയിട്ടില്ല, 10:30 ആയിട്ടുള്ളൂ. ഇത് ഞാൻ ജർമ്മനിയിലൊക്കെ പോയപ്പോൾ ഉള്ള പോലത്തെ ട്രെയിനാണ് കേട്ടോ. ഇങ്ങനത്തെ ജർമ്മനിയിൽ ഫുള്ള് ഞാൻ ആ ഒരു ഡോച്ച്ലാൻഡ് ടിക്കറ്റ് എടുത്ത് പോയപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ട്രെയിനിൽ തന്നെ മൊത്തം പോയിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നമ്മളിപ്പോൾ എത്താനല്ലേ? അവിടെ പിന്നെയും ബസ് ഉണ്ടോ? അതോ കുറച്ച് നടക്കാനും? ഓക്കെ. സോ നമ്മളിനി ട്രെയിൻ ഇറങ്ങിയിട്ട് നടക്കാനുള്ളത് വരും. നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് സൈക്കിളൊക്കെ ചവിട്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്ന്. സൈക്കിൾ ചവിട്ടി 1 കിലോമീറ്റർ, എത്ര കിലോമീറ്റർ? 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതവിടെ 2 ആൾക്കാരും കൂടെ ഉണ്ട്. ഹായ്, പേര്? ഇവിടെ എല്ലാവരും മലപ്പുറം അല്ലേ? എല്ലാവരും പെരിന്തൽമണ്ണ. ഇവിടെ ഈ റൂമിൽ നിങ്ങൾ 4 പേരാണ്? ഓക്കെ. ഞാൻ ആലോചിക്കുകയാണ്, ഇവിടെ ഒരു ബാച്ചിലേഴ്സിൻ്റെ റൂം പോലെ ഇല്ല, ലൈക്ക് ഫാമിലി പോലെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നെയ്ച്ചോറെന്ന് ഇവർ പറയുന്നുണ്ട്, പക്ഷേ മന്തി റൈസിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ മന്തി റൈസും ചിക്കൻ കറിയും സാലഡും അതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്ന് ഞാൻ ആകെ കഴിച്ചത്, രാവിലെ അവർ അവിടെ നിന്ന് റവ വെച്ചിട്ട് പുട്ടുണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം അവിടുത്തെ ഒരു
ലങ്കോഷ അങ്ങനെ ഒരു ചെറിയ സാധനം അതും അത്ര കഴിച്ച്. പക്ഷെ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ ലൈക്ക് ഒരു കേരള സ്റ്റൈൽ ഫുഡ് അങ്ങനെ കഴിച്ചിട്ട് താങ്ക് യു കഴിച്ചോട്ടെ കേട്ടോ. ഞാൻ എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഇവിടെ വന്നിട്ടല്ലേ കുക്കിംഗ് പഠിച്ച്? ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കേട്ടോ പഠിക്കാനായിട്ട് വന്നാല്, പഠിക്കാനാ വർക്ക് എന്ത് വന്നാലും. അടിപൊളി, സീരിയസ്ലി. എല്ലാരും കൂടെ ഉണ്ടാക്കിയ അതോ? മെയിൻ അടിപൊളിയായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്, സീരിയസ്ലി ഭയങ്കര ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു ഭയങ്കര പ്രോ ആയിട്ട് ഒരു ബിഗിനറിന്റെ ടേസ്റ്റ് അല്ല. ഓ അടിപൊളിയായിട്ടുണ്ട്, താങ്ക് യു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാനിതാ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.